ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു നെക്ക് ഡിസൈനാണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഹോൾട്ടർ നെക്കാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്കാലപ്പ് ഡിസൈനൊക്കെ വരുന്നുണ്ട്. അപ്പം അതിനായിട്ട് ഞാനിവിടെ നൈറ്റി മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ബാക്ക് പീസിൻ്റെ കട്ട് ചെയ്ത് വെക്കാം. നോർമലായിട്ട് കട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ്. നമുക്ക് സ്ട്രേറ്റ് കുർത്തിയാണോ എലൈൻ കുർത്തിയാണോ ഏത് പാറ്റേണാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പാറ്റേണിൽ നമ്മുടെ ബാക്ക് പാർട്ട് മാത്രം കട്ട് ചെയ്ത് വെക്കാം. നമ്മൾ ചെയ്യുന്നത് കോളർ കുർത്തി ആയതുകൊണ്ട് നമുക്ക് ഷോൾഡർ കൊടുക്കുമ്പം 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡറൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്ക് ഒരുപാട് അങ്ങ് കയറി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നോർമലായി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ചോ 1/4 ഇഞ്ചോ നിങ്ങൾ ഷോൾഡറിന് എക്സ്ട്രാ കൊടുക്കുക. ബാക്കിയൊക്കെ ആം ഹോളും ഒക്കെ സെയിം ആയിട്ട് തന്നെ കട്ട് ചെയ്യുക. ഞാനിവിടെ ഒരു സ്ട്രെയിറ്റ് കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ബാക്ക് പാർട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചു. ഇനി ഇത് ഫ്രണ്ട് പാർട്ടിനേക്കായിട്ട് തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നമ്മളിത് മടക്കിയിടുന്ന സമയത്ത് നമ്മുടെ ബാക്ക് പാർട്ടിനെക്കാട്ടിലും ഒരു 3 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ മുകളിലേക്ക് വിട്ടിട്ട് വേണം നമ്മൾ ഫ്രണ്ട് പാർട്ടിലേക്കുള്ള തുണി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആ എക്സ്ട്രാ നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഒരു 3 ഇഞ്ച് ആദ്യം തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഈ വീഡിയോയിൽ കുറച്ച് മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ട്. ഞാനിപ്പം പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി. വീഡിയോയിൽ ഞാൻ മാർക്ക് ചെയ്യുന്ന ആ ഒരു അളവ് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട. ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്ന അളവ് മാത്രം മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ താഴേക്ക് 3 ഇഞ്ച് ഇതുപോലെ വരച്ചു. എന്നിട്ട് സൈഡിലേക്കും 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈനിലേക്കാണ് നമ്മുടെ ബാക്ക് പാർട്ട് എടുത്ത് വെച്ച് കൊടുക്കേണ്ടത്. അതൊന്ന് കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ബാക്കിൻ്റെ ആ ഒരു സെയിം ആം ഹോളും ഷേപ്പും ഒക്കെ നമുക്ക് മാർക്ക് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ ആ മുകളിൽ 3 ഇഞ്ചിൻ്റെ ബോക്സ് വരച്ചില്ലേ, അവിടെ നമുക്ക് ഇതുപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം. 1 ഇഞ്ച് തന്നെ എടുത്താൽ മതി എല്ലാവരും. ഇനി നമുക്ക് താഴേക്ക് നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നെക്ക് മാർക്ക് ചെയ്യുന്നത് ഞാനിപ്പം കുറച്ച് വൈഡായിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ സ്കാലപ്പ് ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വൈഡായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നത്. നിങ്ങൾക്ക് സ്കാലപ്പ് നെക്ക് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ താഴേക്ക് ഞാനിപ്പോൾ ഇവിടെ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. നിങ്ങളത് 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. 7 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ലൈനിൻ്റെ ഒരു മിഡിൽ ഭാഗത്ത് നിന്ന് 2.5 ഇഞ്ച് ഉള്ളിലേക്ക് എടുത്തിട്ട് ഇതുപോലൊരു ഷേപ്പ് വരച്ച് കൊടുക്കുക ചെയ്യേണ്ടത്. ഞാനതിപ്പം 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് ഇതുപോലെ വലിയൊരു ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ഞാൻ വേറെ പീസ് തുണി വെച്ചിട്ട് അതിൽ സ്കാലപ്പ് ചെയ്തിട്ട് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ആ നെക്ക് മാർക്ക് ചെയ്ത അതേ അളവിൽ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഞാൻ ഇതിൽ കാണിക്കുന്ന പ്രോസസ്സൊക്കെ സെയിം ആണ്. ഇതേ നെക്ക് ഡിസൈനാണ് ചെയ്യേണ്ടതെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മെഷർമെൻറ്റിൽ ഇതുപോലെ ക്യാൻവാസിലും കൂടി മാർക്ക് ചെയ്ത് എടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം പുറത്തേക്ക് 1 ഇഞ്ച് ഇതുപോലെ ആ നെക്കിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് കട്ട് ചെയ്യുന്നതിന് മുന്നേ വരയിട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെക്കിന് ആവശ്യമായ ലെങ്ത്താണ്. അപ്പോൾ ആ ഒരു ഉള്ളിലത്തെ പീസിൽ നിന്നാണ് സ്കാലപ്പിനുള്ള ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാൻ ഞാൻ പോകുന്നത്. അതുകൊണ്ടാണ് അവിടെ ആ ഒരു ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് പോയ ആ ഒരു ക്യാൻവാസ് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ലൈനിൽ വെച്ചിട്ടാണ് നമ്മൾ താഴേക്ക് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ആ ഒരു ലൈനിൽ ഇതുപോലൊരു മൂടി വെച്ചിട്ട് സ്കാലപ്പിൻ്റെ ആ ഒരു ഡിസൈൻ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെക്കാം. ഇനി ഞാൻ ഇവിടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു ക്യാൻവാസ് ലൈനിങ്ങുമായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങിൽ ചെയ്തെടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ മെയിൻ ക്ലോത്ത് ഉണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്യുന്നതാണ്. ഞാൻ പരമാവധി തുണി ലാഭിക്കാൻ നോക്കിയിട്ടാണ് ഇതുപോലെ ലൈനിങ്ങിലൊക്കെ ചെയ്തെടുത്തത്. അപ്പോൾ ഫൈനൽ ലുക്കിലാണ് എനിക്ക് തോന്നിയത്. അത് നമ്മൾ ഇത് ഭയങ്കര നേരിയ ലൈനിങ്ങുമായിരുന്നു ഞാൻ വാങ്ങിയത്. അപ്പോൾ ആ ഒരു ക്യാൻവാസൊക്കെ വൃത്തിക്ക് മനസ്സിലാവുന്നുണ്ടാവും, പുറത്തേക്ക് തെളിഞ്ഞ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് നമുക്ക് മെയിൻ ക്ലോത്ത് തന്നെ ചെയ്തെടുത്താൽ മതിയായിരുന്നു എന്നുള്ളത്. അപ്പം പിന്നെ സിമ്പിളായിട്ട് ചെയ്താൽ മതിയായിരുന്നു. ഞാൻ നേരത്തെ ആ സ്കാലപ്പ് കട്ട് ചെയ്തില്ല, ആ ഒരു കട്ട്
ആദ്യത്തെ ആ ഒരു പീസല്ല ഞാൻ ലാസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ആ ഒരു പീസ് വെക്കുന്നതാണെങ്കിൽ ഭയങ്കര താഴെയായിരുന്നു. വൈഡ് ഒരുപാട് നെക്കിന് ലെങ്ത്ത് ഒരുപാട് തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഒരു സ്കാലപ്പ് മാറ്റിയിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് ദാ ഈ ഒരു പീസ് ഇതുപോലെ അതിൻ്റെ സൈഡൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗം എടുത്തിട്ടുണ്ട്. അത് ഞാൻ ലൈനിങ് ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്ത് എടുത്തു. ഇനി നമുക്ക് ദാ ഇതുപോലെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച ആ ഒരു ക്യാൻവാസ് അയൺ ചെയ്ത് വെച്ച ആ ലൈനിങ് ഇല്ലേ, അത് എടുത്തിട്ട് ഇതിൻ്റെ നല്ല വശത്തേക്കായിട്ട് വെച്ച് ക്യാൻവാസിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം വലിയൊരു നെക്ക് ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം നടുവിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നെക്കിൻ്റെ ആ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം നമ്മളിതാ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതൊരു 1/4 ഇഞ്ച് മാത്രം വിട്ടിട്ട് ബാക്കി നമുക്ക് മുറിച്ച് കളയാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് ഉൾവശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഞാൻ ആ റൗണ്ട് ഷേപ്പ് വരുന്ന ആ ഒരു ഭാഗത്ത് ഒന്ന് പ്രസ് സ്റ്റിച്ചും കൂടി ചെയ്തിട്ടുണ്ട്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഹെമ്മിങ് ആണ് ചെയ്യേണ്ടത്. ഹെമ്മ് ചെയ്താൽ മാത്രമേ നമ്മുടെ മെയിൻ ഭാഗത്ത് ഫ്രണ്ട് ഭാഗത്ത് ആ ഒരു സ്റ്റിച്ചൊന്നും കാണാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഹെമ്മ് ചെയ്യാൻ മടിച്ചായതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനിതിൻ്റെ സെൻറ്ററിൽ സ്കാലപ്പ് ഡിസൈൻ കൊടുക്കുന്നത് കൊണ്ടാണ് എൻ്റെ നെക്ക് ആ ഒരു റൗണ്ട് ഭാഗം ഇത്ര വൈഡായിട്ട് വന്നത്. അപ്പം ഞാൻ ആ സ്കാലപ്പ് ലാസ്റ്റേ ഫിറ്റാക്കി കൊടുക്കുന്നുള്ളൂ. അപ്പം ആദ്യം കോളർ ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നതായതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ലേ മുകളിലേക്ക് ഒരു 3 ഇഞ്ച് എക്സ്ട്രാ വിടണം എന്നുള്ളത്. അപ്പം ഞാനത് വിട്ടത് 4 ഇഞ്ചായിപ്പോയിനി. അപ്പം സ്റ്റിച്ചൊക്കെ ചെയ്യാൻ തുടങ്ങി ഏകദേശം ആയ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് 4 ഇഞ്ച് വെച്ചാൽ നമുക്ക് ആ ഒരു കോളർ നമ്മുടെ ക്യാൻവാസ് വെച്ചില്ലേ, ക്യാൻവാസ് 1 ഇഞ്ചിൻ്റെ ക്യാൻവാസ് അല്ലേ നമ്മൾ വെച്ചത്. അപ്പോൾ ആ 1 ഇഞ്ചിൻ്റെ ക്യാൻവാസ് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമേ നമുക്ക് ആ ഒരു തുണി അവിടെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ 4 ഇഞ്ച് വെക്കുമ്പോൾ കറക്റ്റ് 1 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ ആ 1 ഇഞ്ച് പിന്നെ മുറിച്ച് കളയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ വീഡിയോയിൽ മാർക്ക് ചെയ്ത ആ ഒരു അളവ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞ ആ ഒരു മെഷർമെൻറ്റ് മാത്രം ഫോളോ ചെയ്താൽ മതി എന്നുള്ളത്. അതിൻ്റെ ഒരു ലെങ്ത്ത് കൂടിപ്പോയാലും വീതി കൂടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഞാൻ ഇവിടെ എക്സ്ട്രാ വന്നിട്ടുള്ള 1 ഇഞ്ച് ഞാനങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. കണ്ടില്ലേ, ഇപ്പാണ് അതിൻ്റെ ആ ഒരു അളവ് കറക്റ്റായത്. ഇനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ബാക്ക് പാർട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നോട്ട്സ് ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്നിട്ട് ഈ ഫ്രണ്ട് ഭാഗം എടുത്തിട്ട് നല്ല വശം ചേർത്തിട്ട് ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം സെയിം ആക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ച് കൊടുക്കുക. ഒരുപാട് വലിച്ചിട്ടൊന്നും പിടിക്കണം, നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആ കോളർ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗമൊക്കെ ലെവലാക്കിയിട്ട് നമ്മുടെ ആ സെൻറ്റർ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഈ ഒരു കോളറിൻ്റെ ഒരു ഭാഗം കൂടി ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അപ്പോൾ 2 ഭാഗവും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 2 സൈഡിലും ഈ ഫ്രണ്ട് ഭാഗത്തിൻ്റെ ആ ഒരു 2 സൈഡിലുമായിട്ട് നമുക്ക് 2 മാർക്കിങ് കിട്ടും. എന്നിട്ട് നമുക്ക് ആ 2 മാർക്കിങ്ങും ഇതുപോലെ നമ്മുടെ ആ ക്യാൻവാസ് രണ്ടും ഒരു വശത്തും നമ്മുടെ മെയിൻ ഫാബ്രിക് രണ്ടും ഒരു വശത്തും വരുന്ന രീതിക്ക് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ആദ്യം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല, അത് ഞാൻ അന്നേരം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്നും കൂടി വെച്ച് നോക്കുക കറക്റ്റ് ആണോ, നമ്മുടെ സെൻറ്ററിലേക്ക് തന്നെയാണോ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പോയിൻറ്റും എത്തുന്നതെന്നുള്ളത് നോക്കുക. എന്നിട്ട് നമുക്ക് എക്സ്ട്രാ വരുന്ന ആ ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം നമുക്കിപ്പം പറഞ്ഞതുപോലെ തന്നെ നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ചുളിവൊന്നുമില്ലാതെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ചുളിവില്ലാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തോളുക. അപ്പം ഞാൻ എന്താ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു കോളറിൻ്റെ ആ ഒരു ജോയിൻ്റ് വരുന്ന ആ ഒരു ടൈപ്പ് ഭാഗം ഉണ്ടാവും. ജോയിൻ്റ് അല്ല, നമ്മുടെ ആ ഒരു സ്ക്വയർ ടൈപ്പ് ആ ഒരു കോർണർ വരുന്ന ഒരു ഭാഗം ഉണ്ടാവും. അവിടെ നമുക്ക് ഒരു ചെറിയൊരു കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കോളറ്
ഉള്ളിലേക്കാക്കിയിട്ട് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് hem ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഞാൻ പിന്നെ hem ചെയ്യാനൊന്നും നിൽക്കുന്നില്ല, വേഗം സ്റ്റിച്ച് ഇട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാനുള്ള ആ ഒരു സ്കാലപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ ആ ഉൾഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ആ ഒരു തുണിയിൽ നമ്മൾ സ്കാലപ്പിൻ്റെ ആ ഒരു ഡിസൈൻ വരച്ചിട്ടില്ലേ, അത് നമ്മൾ ഇതുപോലെ ഒരു റെഡ് കളർ തുണിയിൽ പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു സ്കാലപ്പിൻ്റെ ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പതിയെ ശ്രദ്ധിച്ചിട്ട് ആ ഒരു കർവും ആ ഒരു പോയിൻറ്റും ഒക്കെ കുത്തി നിർത്തിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്താലേ നമ്മുടെ ആ സ്കാലപ്പ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിത് കുറച്ചൊരു 1/4 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് വിട്ടിട്ട് ബാക്കിയൊക്കെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നെങ്കിൽ പ്രസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. ഇനി നമുക്കിത് നമ്മൾ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിനായിട്ട് നമുക്ക് ആദ്യം ഷോൾഡറിൽ നിന്ന് നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എവിടേക്കോ എന്തോ ഒരു അപകട പോലെയല്ലേ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഈ ടോപ്പ് ഇട്ട് നോക്കിയില്ല. അപ്പോൾ ഈ ടോപ്പ് വേഗം ഫിനിഷ് ചെയ്തെടുത്തിട്ട് ഇത് ഇട്ടിട്ടൊന്ന് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഈ നെക്കിൻ്റെ മോഡലും കളർ കോമ്പിനേഷനൊക്കെ എനിക്ക് ഇഷ്ടമായി. പക്ഷെ അതിൻ്റെ ഷേപ്പ് ഒരു ഭാഗത്തേത് എന്തോ ഒരു കുറച്ച് വൈഡായതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. അത് സ്റ്റിച്ച് ചെയ്തതിൻ്റെ പ്രശ്നമാണോ, ഞാൻ ഒന്നാമത് ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്തെടുത്തതാണ്. ഇനി അതുകൊണ്ടാണോ മെഷർമെൻറ്റിൽ വന്ന് എന്തെങ്കിലും മാറ്റാമെന്നൊന്നും അറിയില്ല. പിന്നെ അതേപോലെ തന്നെ ബാക്കിലെ കോളറും അത് നമ്മുടെ ആ ഒരു കട്ടിങ്ങിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് കാരണമാണെന്ന് തോന്നുന്നു ഇതുപോലെ കുറച്ച് വൈഡായി പോയിട്ട് നിൽക്കുന്നത്. അത് ശരിയായിട്ടില്ല. എന്തായാലും ഞാനിത് ഒന്നും കൂടി ലെവലാക്കി എടുത്തിട്ട് ചെയ്യും, അതുറപ്പാണ്. അപ്പോൾ എൻ്റെ പരാജയപ്പെട്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എങ്കിലും പറയാം, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളെ അഭിപ്രായങ്ങൾ അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒന്ന് കമൻറ്റ് ചെയ്തും കൂടി അറിയിക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഞാൻ ഇതിനൊക്കെ നല്ല വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം കൊണ്ട് ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.